അമ്പലങ്ങളിൽ ദൈവത്തിന് എന്തിനാണ് സ്വർണം? ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്. ദൈവത്തിന് എന്തിനാണ് സ്വർണം? ദൈവത്തിന് സ്വർണ്ണ ആഭരണങ്ങൾ എന്തിനാണ്? സ്വർണത്തിൻ്റെ മൂല്യം കൂടി നിൽക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മാറി മറിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും സ്വർണ്ണവില. പഴയ നിലവാരത്തിലേക്ക് ഇനി വരില്ല, 64,000-ലേക്കൊക്കെ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷെ അവരുടെ ഷോപ്പിൽ തന്നെ പോയി അത് മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾസ് പറഞ്ഞു, അത് ഇവിടെ വിൽക്കണ്ട, ഇവിടെ വിറ്റാൽ അവിടുത്തെ അത്രയും ക്വാളിറ്റി ഇവിടെ ഇല്ല. അപ്പോൾ ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെ. കാരണം നമുക്ക് മറ്റൊന്നിനെ വിശ്വസിക്കുന്നതിനേക്കാളും സ്വർണത്തെ വിശ്വസിക്കാം. കാരണം പക്ഷെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ ആഭരണമായിട്ടല്ല വേണ്ടത്, സ്വർണ്ണ നാണയങ്ങളാകാം, അതുമല്ലെങ്കിൽ സ്വർണ്ണ ബോണ്ടുകളിൽ. ഇപ്പം നാട്ടിൻപുറത്ത് നിന്നൊക്കെ പണിത സ്വർണ്ണമൊക്കെ ആണെങ്കിൽ ഒരുപാട് കലർപ്പുണ്ടായിരിക്കും അതിനകത്ത്. 18 കാരറ്റ് പോലും ഇല്ല, 22 കാരറ്റ് എന്നും പറഞ്ഞ് നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പണിയിച്ചെടുക്കുന്ന സ്വർണം. കാരണം അവർ ജീവിക്കുന്ന ഇതുകൊണ്ടാണ്. ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മിനിമം സ്വർണ്ണ ആഭരണങ്ങളെ പാടുള്ളൂ. ഈ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നമ്മളെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയാണ് ഫ്ലിപ്കാർട്ടും ആമസോണും മറ്റ് കമ്പനികളും IG പോലെയുള്ള കമ്പനികളൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് അങ്ങ് എല്ലാവരെയും ആകർഷിക്കുക. 104 കിലോ സ്വർണം ഒറ്റ കടയിൽ നിന്ന് യാതൊരു റെക്കോർഡും ഇല്ലാതെ സൂക്ഷിച്ചിരുന്നത് കണ്ടെത്തിയത്. അതുപോലെ എത്ര സ്വർണ്ണക്കടകൾ കാണും കേരളത്തിൽ എന്നറിയാമോ? റെക്കോർഡ്സ് ഇല്ലാതെ. സ്വർണത്തിന്റെ വില അങ്ങേയറ്റം കുതിച്ചുയരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ എന്നെപ്പോലെ തന്നെ ഒരുപാടധികം ചോദ്യങ്ങൾ നിങ്ങൾക്കും ചോദിക്കാനുണ്ടാകും. സ്വർണം കുത്തനെ ഇനി വില ഉയരുമോ അതോ താഴുമോ? ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന നിലയിൽ നമ്മളിപ്പോൾ സ്വർണം വാങ്ങി കൂട്ടുന്നത് നഷ്ടമായിരിക്കുമോ? കയ്യിലുള്ള സ്വർണം ഉടനടി വിൽക്കണമോ? ഇങ്ങനെയൊക്കെയുള്ള 1000 ചോദ്യങ്ങൾ എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടാകും. ഇത്തരം ചോദ്യങ്ങൾക്കൊക്കെ ഉള്ള ഒരു ഉത്തരവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ചേരുന്നത്. സോ ധനശാസ്ത്ര വിദഗ്ധയായ മിനി ജോർജ് മാം, വെൽക്കം. വെൽക്കം മാം, ഇപ്പോൾ സ്വർണ്ണവില കൂടി നമ്മുടെ വലിയൊരു ആശങ്കയാണല്ലോ അത്. ഇനിയും ഒരു വലിയ വില വർധനവ് ഇപ്പോൾ ഉണ്ടായതുപോലെ ഉണ്ടാവും, അത് ഇടിച്ചു കുത്തി താഴോട്ട് വീഴും? ഇടിച്ചു കുത്തി താഴോട്ട് വീഴുകയുമില്ല, ഒരുപാട് മുകളിലേക്ക് പോവുകയുമില്ല. ഈ ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിദഗ്ധരൊക്കെ, അതായത് അതിൻ്റെ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധർ, വേൾഡ് ഗോൾഡ് കൗൺസിൽ പോലെയുള്ളവർ ഒക്കെ പറയുന്നത് ഈ പ്രാവശ്യം ഈ വർഷം ഒരു 10-15% വർധനവ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടാകാം എന്നാണ്. പക്ഷെ 10-15% വർധനവ് എന്ന് പറയുമ്പോൾ 2025-26 83% വർധനവാണ് സ്വർണത്തിന്റെ വിലയിൽ ഉണ്ടായത്. അപ്പോൾ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 10-15% വർധനവ് എന്ന് പറയുന്നത് കുറവാണ്. വലിയൊരു വർധനവല്ല. പിന്നെ പക്ഷേ അത്രയും വർധനവ് കഴിഞ്ഞ് സ്വർണത്തിൻ്റെ വില താഴേക്ക് വരാം. അതൊരു 75,000 വരെയൊക്കെ വന്നേക്കാനും സാധ്യതയുണ്ട്. ഇതൊക്കെ അതായത് എന്തിനെ ആശ്രയിച്ചിരിക്കും? ഇപ്പോൾ സ്വർണത്തിൻ്റെ വിലയിൽ ഇങ്ങനെ വലിയ കയറ്റിറക്കങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ഒരു തരത്തിലും അപകട ഭീതി ഇല്ലാതെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഒരു നിക്ഷേപ മാതൃകയാണ് സ്വർണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുക എന്നിരിക്കട്ടെ. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചാൽ നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് കണ്ടാൽ ഉടനെ ഇവിടെ നിന്ന്, അതായത് ഇവിടുത്തെ എന്താ പറയുക, സാമ്പത്തിക വളർച്ച ഇത്തിരി താഴോട്ട് പോകുന്നു, അല്ലെങ്കിൽ ലാഭസാധ്യത കുറയുന്നു എന്നൊക്കെ കണ്ട ഉടനെ വിദേശ ഇൻവെസ്റ്റേഴ്സ് എല്ലാം അവരുടെ ഷെയർ മാർക്കറ്റിലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിറ്റ് പുറത്തേക്ക് പോകും, മറ്റു രാജ്യങ്ങളിലേക്ക്, കൂടുതൽ ലാഭകരമായ രീതിയിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അപ്പോൾ ആ സാധ്യത, അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഇഷ്ടാൽ അപകടമുണ്ട്. ഇനി US ഡോളർ എപ്പോഴും, അതായത് 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തെ ഏറ്റവും ശക്തമായ കറൻസിയായിട്ട് എന്നും നിലകൊള്ളുന്നത് US ഡോളറാണ്. ആ US ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് എല്ലാവർക്കും ഇഷ്ടമുള്ളത്. സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ എല്ലാവർക്കും ഇഷ്ടം US ഡോളറിൽ നിക്ഷേപിക്കുന്നതാണ്. എന്തുകൊണ്ട്? സ്വർണത്തിൽ നിക്ഷേപിച്ചാൽ നമുക്ക് അത് റെഡി മണി ആയിട്ട്, ക്യാഷായിട്ട് എടുത്ത് ചിലവഴിക്കാൻ അത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യണം, അല്ലേ? അതായത് ഒരു മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മനുഷ്യർക്ക് എപ്പോഴും ആവശ്യമാണ്. അതായത് എല്ലാ സാധന സേവനങ്ങളും വാങ്ങാനും കൊടുക്കാനും ഉപയോഗിക്കുന്ന ഒരു മീഡിയം, അതെല്ലാവർക്കും എല്ലാ ലോകത്തും ആവശ്യമാണ്. അപ്പോൾ അതിനുള്ള ഏറ്റവും അവനവൻ്റെ കറൻസിയാണ് ഏറ്റവും സൗകര്യപ്രദം.
പക്ഷേ നമ്മുടെ കറൻസി അന്താരാഷ്ട്ര കൊടുക്കൽ വാങ്ങലുകൾക്കൊക്കെ വില കയറുകയും കുറയുകയും ഒക്കെ ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിന് ലോകത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള കറൻസി, ഇപ്പോൾ ഉദാഹരണം ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആകുന്ന കാലം വരെയും പൗണ്ട് സ്റ്റേർലിംഗ് വാസ് വെരി സ്ട്രോങ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം പൗണ്ട് സ്റ്റേർലിങ്ങിൻ്റെ ശക്തി കുറഞ്ഞു. ആ സ്ഥാനം US$ ഏറ്റെടുക്കുന്നു. US$ അന്ന് മുതൽ ഇന്ന് വരെ ഏറ്റവും ശക്തമായ കറൻസിയാണ് ലോകത്ത്. അപ്പം 3 സോഴ്സസാണ് ജനങ്ങളെ വളരെ ഈസി ആയിട്ട് കണ്ടെത്തുന്നത്. ഒന്നുകിൽ ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സ്വർണത്തിൽ നിക്ഷേപിക്കുക, അതും അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുക. നാലാമത് ഒന്നോടെയുണ്ട് റിയൽ എസ്റ്റേറ്റിൽ, അതായത് ഭൂമിയിൽ നിക്ഷേപിക്കുക. ഭൂമിയിൽ നിക്ഷേപിച്ചാലും വില കുറഞ്ഞു പോകില്ല, കാരണം പോപ്പുലേഷൻ വർദ്ധിക്കുന്നു, ഭൂമി വർദ്ധിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ വില കൂടി വരത്തേ ഉള്ളൂ. അപ്പോൾ ഈ 4 ഓപ്ഷനിൽ എപ്പോഴും ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒന്നാണ് ഡോളറിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പക്ഷെ ഡോളർ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ തുടങ്ങിയാൽ, ഡോളറിൻ്റെ മൂല്യത്തിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായാൽ ഡോളറിനെ മാറ്റി നിർത്തിയിട്ട് സ്വർണത്തിലേക്ക് വരും, ഗോൾഡിൽ. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഭരണത്തിൽ വരുന്നതിന് മുൻപ് തന്നെ സ്വർണത്തിൻ്റെ വില കൂടാൻ തുടങ്ങി. അതായത് യുക്രൈൻ വാർ അത് കഴിഞ്ഞതോടുകൂടി കോവിഡ് കഴിഞ്ഞ് യുക്രൈൻ വാർ വന്നു. യുക്രൈൻ തീരുന്നതിന് മുൻപ് തന്നെ ഇസ്രായേൽ ഗാസ വാർ വന്നു. അപ്പോൾ ഈ ഇങ്ങനെയുള്ളൊരു യുദ്ധ സാഹചര്യം ഉണ്ടായാൽ കറൻസികളിൽ വിശ്വസിക്കുന്നതിനേക്കാളും സ്റ്റോക്ക് മാർക്കറ്റിൽ വിശ്വസിക്കുന്നതിനേക്കാളും ഒക്കെ ഏത് തരത്തിലുള്ള നിക്ഷേപർക്കും സ്വർണത്തിൽ നിക്ഷേപിക്കുന്നതാണ് ഇഷ്ടം. കാരണം എന്ന് വെച്ചാൽ ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ US എപ്പോഴെങ്കിലും അതിൻ്റെ ഭാഗമായി തീർന്നാൽ ഉടനെ $, വിലയിടിക്കും. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പിന്നെ ഇതിൻ്റെയൊക്കെ വിപണി എന്ന് പറഞ്ഞാൽ നമ്മളാരും അല്ല നിശ്ചയിക്കുന്നത്. വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ, ഇവരൊക്കെയാണ് ഈ പറയപ്പെട്ട നിക്ഷേപ രീതിയൊക്കെ നിശ്ചയിക്കുന്നത് ലോകത്ത്. നമ്മളതിൻ്റെ ബലിയാടുകളാവുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ സാധാരണ രീതിയിൽ ഈ പറയപ്പെട്ട ഒരു പശ്ചിമേഷ്യയിലുണ്ടായ ആ അസന്നിഗ്ധാവസ്ഥ, അതാണ് യുക്രൈൻ, റഷ്യ യുക്രൈനെ ആക്രമിച്ചത്, അത് കഴിഞ്ഞ് ഇസ്രായേൽ ഗാസ, ഇതൊക്കെ തീരുന്നു എന്ന് വരുമ്പോഴത്തേക്കും സ്വർണത്തിൻ്റെ വിലയിൽ നിന്ന് വില ഇത്തിരി കുറഞ്ഞിട്ട് മറ്റെങ്ങോട്ട്, അതായത് ഡോളറിലേക്കും ഷെയർ മാർക്കറ്റിലേക്കും ഒക്കെ പോകും. ഒരു കുത്തനെ ഇറക്കം സ്വർണത്തിന്റെ ആ ഒരു വിലയ്ക്ക് വരണമെങ്കിൽ എന്തെല്ലാം ഫാക്ടേഴ്സ് പെട്ടെന്ന് കുറയാൻ, അതായത് ഇങ്ങനെ കുത്തനെ ഇറക്കം വരണമെന്നുണ്ടെങ്കിൽ ഇനി ഇപ്പോൾ വേണ്ടത് ഈ പറയപ്പെട്ട വെസ്റ്റ് ഏഷ്യയിലെ അൺസർട്ടനിറ്റീസ് ഒക്കെ മാറണം. പക്ഷെ മാറാൻ സാധ്യത കുറവാണ്. കാരണം കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കേട്ടത് പുതിൻ്റെ നേരെ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായി എന്ന്. അപ്പം വീണ്ടും അസമാധാനത്തിൻ്റെ അന്തരീക്ഷം വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് സ്വർണത്തിൻ്റെ വില പെട്ടെന്ന് പിന്നെയും മുകളിലേക്ക് പോയി, താഴേക്ക് പോയിട്ട് പിന്നെ മുകളിലേക്ക് പോയത്. അപ്പോൾ അങ്ങനെ നമുക്ക് പിന്നെ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പോൾ ഈ സ്വർണത്തിൻ്റെ വില വർദ്ധിക്കത്തക്ക രീതിയിൽ. ഈ ട്രേഡ് വാർ, അതായത് ഏറ്റവും കൂടുതൽ സ്വർണത്തിൻ്റെ വില 64,000-ൽ നിന്നാണ്. ട്രംപ് ഭരണത്തിൽ വരുമ്പോൾ 64,000 രൂപയായിരുന്നു ഒരു പവൻ സ്വർണത്തിന്. അവിടെ നിന്നാണ് ഈ 1,04,440 വരെ കയറുന്നത്. അങ്ങനെ കയറാനുണ്ടായ പ്രധാനപ്പെട്ട ഒരു കാരണം, വെസ്റ്റ് ഏഷ്യയുടെ അസമാധാനം മാറ്റി നിർത്തിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ട്രേഡ് ടാരിഫാണ്, ട്രേഡ് വാർ എന്ന് പറയുന്നത്. വ്യാപാര യുദ്ധം, ആഗോള തലത്തിലൊരു വ്യാപാര യുദ്ധം അഴിച്ചു വിട്ടുകൊണ്ടാണ് ട്രംപ് ഭരണചക്രം തിരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ എല്ലാ രാജ്യങ്ങളുടെ നേരെയും പിന്നെ താരിഫ്, അതായത് ഇറക്കുമതി ചുങ്കം ചുമത്തി. ചൈനയുടെ പേരിൽ 500% കൊണ്ടുവന്നു. ഇന്ത്യയുടെ പേരിൽ 25% ഇട്ടിരുന്നത്. അത് പക്ഷേ ഒട്ടും താമസിയാതെ തന്നെ പറഞ്ഞ് കൂടുതൽ പിണങ്ങിയത് എപ്പോഴാണ്? നമ്മുടെ പുൽവാമ ആക്രമണത്തിൽ അത് ഇൻ്റർമീഡിയറി ആയി നിന്ന് ഇത് അവസാനിപ്പിച്ചത് ട്രംപാണ് എന്ന് ട്രംപ് അവകാശപ്പെട്ടു, പാകിസ്ഥാനും അവകാശപ്പെട്ടു. ഇന്ത്യ അത് സമ്മതിച്ചു കൊടുത്തില്ല. അങ്ങനെയാണ് പുള്ളിക്ക് കലി കയറി 25%. അപ്പോൾ ഉടനെ ഒരു കണ്ടീഷനായിട്ട് പറഞ്ഞു, നിങ്ങൾ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങലും മറ്റെല്ലാം വാങ്ങലും നിർത്തണമെന്ന്. നമ്മൾ 45% നമ്മളുടെ ഇന്ധന റിക്വയർമെൻറ്റ്സ് റഷ്യയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യണത്. അതിനൊരു പ്രത്യേക കാരണവുമുണ്ട്. അതും അദ്ദേഹത്തെ ചൊടിപ്പിക്കും. എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ റഷ്യ ട്രേഡ് റിലേഷൻസ് അവനവൻ്റെ കറൻസിയിലാണ് നടത്തുന്നത്, ഡോളർ കറൻസിയിലല്ല. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ഡോളർ കറൻസിയിൽ വേണം പിന്നെ വ്യാപാരം നടത്താൻ എന്ന വാശിയുണ്ട് ട്രംപിന്. ഇനിയും ഇത്തരം ടെൻഷനുകൾ കൂടുകയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 10 വർഷത്തിൽ ഒരു വലിയ വില വർധനവ് അങ്ങനെ അങ്ങ് പേടിച്ചു പോകല്ലേ. അതായത് 7 വട്ടം ട്രേഡ്
ടോക്ക് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടത്തിക്കഴിഞ്ഞു. അധികം താമസിയാതെ ട്രംപ് താഴേക്ക് വരും. ട്രംപ് താഴേക്ക് വരും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കാരണം ഇന്ത്യയും താഴേക്ക് ചെല്ലും. ഈ സ്വർണത്തിൻ്റെ അപ്പോൾ ഈ വ്യാപാര യുദ്ധം ഇങ്ങനെ തുടരാൻ കാരണം ഇന്ത്യയുടെ ഭാഗത്തും പിടിവാശി ഉള്ളത് കൊണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അമേരിക്കയുടെ പക്ഷെ നമുക്ക് അമേരിക്കയെ പിണക്കാൻ പറ്റില്ല. എന്താ കാരണം? ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വാങ്ങുന്ന സിംഗിൾ രാഷ്ട്രമാണ് അമേരിക്ക. അങ്ങനെ അമേരിക്ക ഇന്ത്യയിൽ നിന്നുള്ള വാങ്ങൽ കുറച്ച ഈ 5-6 മാസം കൊണ്ട് ട്രേഡ് ഡെഫിസിറ്റ് എന്ത് കൂടിയെന്നറിയാമോ? വ്യാപാര കമ്മി, ഇന്ത്യയുടെ വ്യാപാര കമ്മി ഒത്തിരി കൂടി. അപ്പോഴേക്കും നമ്മുടെ കൊഞ്ച് കയറ്റുമതി, കേരളത്തിൽ നിന്നുള്ള മറൈൻ കയറ്റുമതികൾ ഒരുപാട് കേരളത്തിൽ അവരൊക്കെ ഇതായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ നിന്നുള്ള തുകൽ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി, വജ്ര സ്വർണ്ണ ആഭരണങ്ങളുടെ ഏറ്റവും വലിയ വിപണിയാണ് അമേരിക്ക. അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മുടെ വജ്ര സ്വർണ്ണ ആഭരണങ്ങൾ ഇവിടെ ഡിസൈൻ ഇവിടെ എന്ന് വെച്ചാൽ കേരളത്തിലല്ല, ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യുന്നത് പോലും. അതുപോലെ നമ്മുടെ വസ്ത്രങ്ങൾ, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ബയറാണ് അമേരിക്ക. ആ അമേരിക്കയെ പിണക്കി ഇടാൻ ഇന്ത്യക്ക് പറ്റില്ല. എന്നിട്ട് ഇന്ത്യ ഡൈവേഴ്സിഫൈ ചെയ്യാമെന്ന് പറഞ്ഞ് യൂറോപ്യൻ യൂണിയനിലേക്കും മറ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കും ഏഷ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ ഒരുപാട് ട്രയൽ നടത്തി. പക്ഷെ അതൊന്നും അത്ര സക്സസ്ഫുൾ ആയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റ് ഒക്കെ വളരെ ഉയർന്നു നിൽക്കുന്നു. ഇങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാൻ ഒക്കില്ല. അതുകൊണ്ട് ഒരു ട്രേഡ് എഗ്രിമെൻ്റ് എക്സിക്യൂട്ട് ചെയ്തേ പറ്റൂ. അത് എത്ര നേരത്തെ നടക്കുന്നുവോ അത്രയും ഇന്ത്യക്ക് നല്ലത്. അമേരിക്കയ്ക്ക് ഈ പറഞ്ഞ പോലെ അമേരിക്കയുടെ ഇഷ്ടമുള്ള ഡിസൈനൊക്കെ പക്ഷെ അതൊക്കെ കൊടുക്കാൻ മറ്റു രാജ്യങ്ങൾ റെഡിയാണ്. നമ്മുടെ വിപണി ഒന്ന് വിട്ട് കിട്ടിയാൽ അതൊക്കെയാണ്. അപ്പോൾ അങ്ങനെ അതൊന്നും ഒരു കാരണം. ഇനിയുണ്ട് കാരണങ്ങൾ. പിന്നെ ഇനിയുള്ള കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ട്രേഡിൻ്റെ നമ്മളുമായിട്ടുള്ള ആ ട്രേഡ് എഗ്രിമെൻറ്റ് മാത്രം പോരാ. ലോക സമാധാനം, ട്രേഡ് സമാധാനം ഉണ്ടാകണമെങ്കിൽ ചൈനയോട് 500 ഉണ്ട്, അത് വെട്ടിക്കുറച്ച് നോർമൽ സീയിലേക്ക് വരണം. 91 രൂപ 15 പൈസ = $1 എന്ന തരത്തിലേക്ക് മൂല്യം ഇടിഞ്ഞത്. അപ്പോൾ ആ മൂല്യ ഇടിവിൻ്റെ കാരണം, അതായത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ രൂപയുടെ മൂല്യം ഇടിയുന്നത്? നമുക്ക് ട്രേഡ് ഡെഫിസിറ്റ്, വ്യാപാര കമ്മി ഉണ്ടാകുമ്പോൾ ആ കമ്മി നീക്കേണ്ട ഒന്നുകിൽ സ്വർണം കൊടുത്തു തീർക്കണം, അല്ലെങ്കിൽ ഡോളർ കൊടുത്തു തീർക്കണം ആ കമ്മി. അപ്പം നമ്മൾ കമ്മി നോക്കാൻ വേണ്ടി നമ്മുടെ കമ്മട്ടത്തിലുണ്ടായിരുന്ന അവിടെ ഉണ്ടായിരുന്ന സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന 880ഓളം ടൺ സ്വർണമുണ്ട്. ആ സ്വർണത്തിൽ നിന്ന് ഒരു 3000 കോടിയുടെ സ്വർണം തന്നെ പുറത്തേക്ക് ഇറക്കേണ്ടി വന്നു. അതുപോലെ തന്നെ ഡോളർ 3000 കോടി ഡോളർ വിറ്റഴിച്ചു ഈ ചുങ്കം കുറയ്ക്കാൻ വേണ്ടി, അതായത് ഈ ട്രേഡ് ഡെഫിസിറ്റ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ നമ്മുടെ സ്വർണത്തിൻ്റെ വില ആകപ്പാടെ നമ്മുടെ രൂപയുടെ മൂല്യം രൂപയുടെ മൂല്യം ഇടിയാൻ ഇതൊക്കെ കാരണങ്ങൾ. ഈ ട്രേഡ് ഡെഫിസിറ്റ് വളരെ പ്രധാനം. അപ്പം ട്രേഡ് ഡെഫിസിറ്റ് കുറച്ച് കൊണ്ടുവരണം. അപ്പോഴേ രൂപയുടെ മൂല്യം കൂടും. രൂപയുടെ മൂല്യം കൂടിയാലേ സ്വർണത്തിൻ്റെ വില ഇന്ത്യയിൽ താരതമ്യേന കുറയൂ. ഇപ്പം നമ്മൾ ആ എക്സ്ചേഞ്ചിൻ്റെ രീതി അനുസരിച്ച്. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങളുണ്ട് സ്വർണത്തിൻ്റെ മൂല്യം കൂടി നിൽക്കാനായിട്ട്. അപ്പോൾ ഇതൊക്കെ എങ്ങനെ മറിയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും സ്വർണ്ണവില. പഴയ നിലവാരത്തിലേക്ക് ഇനി വരില്ല. 64,000-ലേക്കൊക്കെ ഇനി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ 75,000 വരെയൊക്കെ നമുക്ക് വന്നേക്കാം എന്നേ പറയാൻ പറ്റുള്ളൂ. സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു വലിയ എടുത്തിയാടിയതിനു ശേഷം കുറച്ച് നാൾ ആ ചുറ്റുവട്ടത്തിലൊക്കെ കറങ്ങും. പിന്നെ ഇതുപോലെ ഒക്കേഷൻസ് ഉണ്ടാകും. അപ്പോൾ വീണ്ടും എടുത്തിയാടും. ഇതാണ് സ്വർണം സാധാരണ രീതിയിൽ കാണിക്കാറുള്ള രീതി. അപ്പോൾ ഈ സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെ. കാരണം നമുക്ക് മറ്റൊന്നിനെ വിശ്വസിക്കുന്നതിനേക്കാളും സ്വർണത്തെ വിശ്വസിക്കാം. കാരണം സ്വർണത്തിൻ്റെ ലഭ്യത വളരെ കുറവാണ് ആഗോള തലത്തിൽ. അപ്പോൾ ലഭ്യത കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ലഭ്യത എപ്പോഴെങ്കിലും ഉണ്ടായി മന്ന പൊഴിയുന്നത് പോലെ സ്വർണം പൊഴിഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ടായി സ്വർണത്തിൻ്റെ വില താഴോട്ട് പോകും. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് നമുക്ക് വിശ്വസിക്കാം സ്വർണത്തിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ്, ലഭ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ മൂല്യം അത് കാത്തു സൂക്ഷിക്കും. അപ്പം നമുക്ക് സ്വർണത്തിൽ നിക്ഷേപിക്കാം. പക്ഷെ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നുവെങ്കിൽ ആഭരണമായിട്ടല്ല വേണ്ടത്. സ്വർണ്ണ നാണയങ്ങളാകാം, അതുമല്ലെങ്കിൽ സ്വർണ്ണ ബോണ്ടുകളിൽ, ഗോൾഡ് ബോണ്ട് എന്ന് പറഞ്ഞ സ്കീമിലേക്ക് ഇൻവെസ്റ്റ്, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ സ്കീമാണ്. 2.5% പലിശ കിട്ടും ബോണ്ടിൽ. 2.5% പലിശ കിട്ടുന്നത് മാത്രമല്ല, സ്വർണത്തിൻ്റെ വിലയിലുണ്ടാകുന്ന ആ വർധനവിനനുസരിച്ച് ഇപ്പം കഴിഞ്ഞ വർഷം സ്വർണ്ണ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ഈ 83% വർധനവാണ്
അതിൻ്റെ മൂല്യത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വർധനവ് മുഴുവനും ആ ബോണ്ടുകളിൽ നിന്ന് അവർക്ക് കിട്ടും. നമ്മൾ പണിക്കൂലി ഇല്ല, ഒന്നുമില്ല. അതാണ് GST മാത്രം അടയ്ക്കേണ്ടി വരും. GST മാത്രം അടയ്ക്കേണ്ടി വരും. അതെടുത്തിട്ടായിരിക്കും നമുക്ക് പിന്നെ ആ ഫണ്ട് തന്നെ ഗവൺമെന്റിൽ തന്നെ ആ എമൗണ്ട് കിട്ടുന്നത്. ഇത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിനാണോ ഇതുപോലെയുള്ള ബോണ്ടുകളും അതുപോലെ ഡിജിറ്റലായിട്ട് ഗോൾഡ് വാങ്ങിയിടുന്നത് നല്ലത്, അതോ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സിന് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ? അതായത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ വഴി നടത്തുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ബോണ്ട് സ്കീം ഒക്കെ വളരെ വിശ്വസനീയമാണ്, ആദായകരമാണ്, യാതൊരു സംശയവുമില്ല. പിന്നെ ഈ ഡിമാറ്റ് അക്കൗണ്ടിൽ, അതായത് ഗോൾഡ് GTF എന്നൊക്കെ പറയുന്നതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മൾ ഏത് കമ്പനി വഴി ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഈ നമുക്ക് വായ്പ എന്നും പറഞ്ഞിട്ട് നമ്മളെ പറ്റിക്കുന്ന ഒരുപാട് ഫേക്ക് ഇടപാടുകൾ നടക്കുന്നത് പോലെ ഫേക്കായിട്ട് ഒരുപാട് പേര് ഇപ്പം രംഗത്ത് വരും ഈ സാധ്യതകൾ മുതലെടുത്തുകൊണ്ട്. അപ്പോൾ അത് ഫേക്ക് അല്ല. അതായത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ അനുവാദ പ്രകാരം സ്വിസ് ബാങ്കുമായിട്ട് ചേർന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടത്തുന്ന ഒരു കമ്പനിയുണ്ട്. ഈ സ്വർണത്തിൻ്റെ ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡാണ്. അത്തരം കമ്പനികളൊക്കെ നോക്കി അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ അത് തീർച്ചയായിട്ടും വളരെ ആദായകരമാണ്. ഇപ്പോൾ മാം ഒരു 30 അല്ലെങ്കിൽ 40 വർഷം മുമ്പ് വാങ്ങിയ സ്വർണം ഇപ്പം എൻ്റെ അമ്മയുടെ ആരുടെയെങ്കിലും ഇപ്പം എൻ്റെ കയ്യിൽ ഉണ്ട് എന്ന് വെച്ചോ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിപരമായിട്ട് ഞാനത് വിറ്റ് അത് മറ്റെന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് അതിനെ മാറ്റുന്നതാണോ നല്ലത്, അതോ അത് കയ്യിൽ വെച്ച് ഇനിയും വില വർധനം ഉണ്ടാവും എന്നൊരു പ്രതീക്ഷയിൽ നിൽക്കണോ? എന്താണ് സാധാരണക്കാരോട് പറയാനുള്ളത്? നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും കൂടി വന്നാൽ 90 വർഷം 100 വർഷം ഇതൊക്കെയല്ലേ. അപ്പോൾ അതിൽ തന്നെ കുറച്ച് കഴിഞ്ഞല്ലോ ഇപ്പോൾ. അതുകൊണ്ട് അടുത്ത ജന്മത്തിലേക്ക് മാറ്റി വെക്കാതെ എല്ലാം വെച്ച് നമ്മുടെ ജന്മത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്താനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി ഇതിനേക്കാൾ വില കൂടി വരുമായിരിക്കും. 10-20 കൊല്ലത്തിനിടയ്ക്ക് ഇതുപോലെ ഒരു ഇൻസിഡൻസ് ഇതുപോലെയൊക്കെ വന്ന് പെട്ടെന്ന് ഷൂട്ടപ്പ് ചെയ്ത് സ്വർണത്തിന്റെ വില മുകളിലേക്ക് പോയേക്കാം. അങ്ങനെ മുകളിലേക്ക് പോയാൽ പോലും നമുക്ക് ആ സാധ്യത, ഇപ്പോൾ ഉള്ള ഈ സാധ്യത മുതലെടുക്കണം. അതാണ് അതായത് ഒരു നിക്ഷേപത്തിൻ്റെ പ്രത്യേകത, അവസരത്തിനൊത്ത് ഉയരുക. അപ്പോൾ ഇപ്പോൾ അങ്ങനെ സ്വർണം ഉണ്ടെങ്കിൽ ആ സ്വർണം ഈ ഏറ്റവും നല്ല വിലയിൽ വിൽക്കുമ്പോൾ കുറച്ച് നഷ്ടങ്ങളൊക്കെ വരും, സാരമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് വാങ്ങിയതിനെക്കാട്ടിലും ലാഭകരമായിരിക്കും, അതിനേക്കാൾ ഒത്തിരി ലാഭകരമായിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ വിലയനുസരിച്ച് നമുക്ക് കിട്ടില്ല ആ വിലക്കനുസരിച്ച്. എങ്കിൽ പോലും ഒരു ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി എത്രത്തോളം കുറയാൻ സാധ്യതയുണ്ട്? അത് ചിലപ്പോൾ ഡിപ്പെൻസ് ഏത് ഷോപ്പിൽ വാങ്ങിക്കുന്നു. അതുപോലെ ഈ വാങ്ങിച്ചപ്പോൾ എങ്ങനെയായിരുന്നു. ഇപ്പം നാട്ടിൻപുറത്ത് നിന്നൊക്കെ പണിത സ്വർണ്ണമൊക്കെ ആണെങ്കിൽ ഒരുപാട് കലർപ്പുണ്ടായിരിക്കും അതിനകത്ത്. അതേ സമയത്ത് ഇപ്പോൾ വലിയ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ജ്വല്ലറിയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് അത്ര കലർപ്പില്ലാത്തതായിരിക്കും. ക്യാരറ്റ് 22 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 22 ക്യാരറ്റ് തന്നെ കാണും. മറ്റേതെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ 18 ക്യാരറ്റ് പോലും ഇല്ല. 22 ക്യാരറ്റ് എന്നും പറഞ്ഞ് നാട്ടിൻപുറത്തൊക്കെ നമ്മൾ പണിയിച്ചെടുക്കുന്ന സ്വർണം. കാരണം അവർ ജീവിക്കുന്ന ഇതുകൊണ്ടാണ്. എന്തെല്ലാം തരം കള്ളത്തരം കാണിക്കാമോ അതൊക്കെ കാണിക്കും. ഇപ്പോൾ ഒക്കെ പോട്ടെ, വലിയ ഒരു സ്റ്റാൻഡേർഡ് ജ്വല്ലറിയുടെ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. അതായത് ഗൾഫിൽ വെച്ച് അവരുടെ ഷോപ്പ് അവിടെയും ഉണ്ട്, ഈ കേരളത്തിലും ഉണ്ട്, മലയാളിയുടെയാണ്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് ഒരു വള ഒരു വളയല്ല, കുറച്ച് സ്വർണം വാങ്ങിച്ചുകൊണ്ട് വരുന്നു. അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ അത് കൊടുത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ മക്കൾക്ക് കൊടുത്തു. പെൺമക്കൾക്ക് കൊടുത്തു. പെൺമക്കളല്ല, മരുമക്കൾക്ക്. ആ പെൺമക്കളില്ല. അപ്പം മരുമക്കൾ ഞങ്ങൾക്ക് പെൺമക്കൾ തന്നെ. ആ അവർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ അത് ഇത്തിരി വലുതായതുകൊണ്ട് അവരുടെ ഷോപ്പിൽ തന്നെ പോയി അത് മാറ്റിയെടുക്കാനായിട്ട്. അപ്പോൾ അവിടുത്തെ സെയിൽസ് ഗേൾസ് പറഞ്ഞു, അത് ഇവിടെ വിൽക്കണ്ട, ഇവിടെ വിറ്റാൽ അവിടുത്തെ അത്രയും ക്വാളിറ്റി ഇവിടെ ഇല്ലെന്ന്. അവിടെ ഗൾഫിൽ നിന്ന് കിട്ടിയത് ശരിക്കും 22 ക്യാരറ്റ് തന്നെ. പക്ഷെ അത് ഇവിടെ വാങ്ങിച്ച 22 ക്യാരറ്റ് എന്നും പറഞ്ഞ് തരുന്നത് അത്രയും വരില്ല. അതുകൊണ്ട് അത് സ്വർണ്ണമായിട്ട് തന്നെ കയ്യിൽ വെക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള, അതായത് ഒരേ ഷോപ്പ്, ഇവിടുത്തെ തന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ജ്വല്ലറി ഷോപ്പിലാണോ ഇത് വിൽക്കാൻ കൊണ്ടുപോയത്? അതേ ഷോപ്പിലാന്നേ, ഗൾഫിലുള്ള ആ ഷോപ്പിന്റെ ഇവിടുത്തെ ഷോപ്പില് വിൽക്കാൻ കൊണ്ട്. അവർക്ക് ഇവിടെ ഇന്ത്യ മുഴുവൻ ഷോപ്പുള്ളവരാ, വലിയ വ്യാപാരിയാ. അപ്പൊ കൊണ്ടുവന്നപ്പോൾ ആ കടയിലുള്ള ആള് തന്നെ, ഇന്ത്യയിൽ മാത്രം കള്ളത്തരം. ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തും ഇതാ ഈ സ്വർണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കള്ളത്തരത്തിന് ധാരാളം സാധ്യതയുള്ളതാ. അത് മാത്രവുമല്ല, ഇത് നമ്മുടെ ഡിസൈൻസിന്റെ ഇതനുസരിച്ചും ക്യാരറ്റ് ചിലപ്പോൾ കുറവ് വരും. വലിയ മനോഹരമായ ഡിസൈൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ 22 ക്യാരറ്റിലും ബുദ്ധിമുട്ടായതുകൊണ്ട് അതിനേക്കാൾ താഴും ക്യാരറ്റ്. പിന്നെ നമ്മൾ വിൽക്കാൻ ചെല്ലുമ്പോൾ അവർ അതിനേക്കാളും താഴ്ത്തിയാണ് നമ്മളോട് പറയുക.
നമുക്ക് അറിഞ്ഞുകൂടല്ലോ. പണിക്കൂലിയുടെ പേരിലും വലിയൊരു തുക പണിക്കൂലിയുടെ പേരിൽ എടുക്കും. അത് ഡിസൈൻസിന്റെ അനുസരിച്ച് ഒക്കെ പണിക്കൂലിയുടെ പേരിലും കൂടുതൽ പറ്റിക്കും. പണിക്കുറവിന്റെ പേരിൽ, അതായത് പണിയുമ്പോൾ സ്വർണം നഷ്ടപ്പെടും എന്നുള്ള മട്ടിൽ ആ പണിക്കുറവെന്നും പറഞ്ഞ് നടത്തും. അങ്ങനെ ഒരുപാട് നഷ്ടങ്ങളുണ്ടാകും. അതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. മിനിമം സ്വർണ്ണ ആഭരണങ്ങളെ പാടുള്ളൂ. ഈ ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ ഞാൻ പറയാറുണ്ട്. അതാ കഴിഞ്ഞ ഒരു 2 മാസം 3 മാസം മുൻപ് ട്രെയിനിലൊക്കെ ഒരു ബോർഡ് വെച്ചിരുന്നു. റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിനകത്തും എന്തായിരുന്നു? സ്വർണ്ണ പാദസരമിട്ട് സ്ത്രീകളോ കുഞ്ഞുങ്ങളോ ട്രെയിനിൽ കയറരുത്. രാത്രിയിലെ സ്വർണ്ണ പാദസരം ഇട്ട് പോകുമ്പോൾ കാല് തന്നെ മുറിച്ചുകൊണ്ട് പോയെന്നിരിക്കും സ്വർണ്ണം മുറിക്കാൻ വരുമ്പോൾ. കുഞ്ഞുങ്ങളാണെങ്കിൽ കുഞ്ഞുങ്ങളെ തന്നെ എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് അവസാനം ആരും കാണാത്തരത്തിൽ കൊണ്ടുവന്ന് സ്വർണ്ണം ഊരി എടുത്തിട്ട് കുഞ്ഞുങ്ങളെ എറിഞ്ഞു കളയാമല്ലോ. അത് കാരണം അങ്ങനെയൊക്കെ അതൊക്കെ കേട്ടിട്ട് മലയാളികൾ പഠിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പം എനിക്ക് തന്നെ അറിയാം, ഞാൻ തന്നെ നേരിട്ട് വഴക്ക് പറഞ്ഞ എൻ്റെ തന്നെ ബന്ധുക്കളുണ്ട്. ട്രെയിനിലൊക്കെ കയറി വരുമ്പോൾ ആഭരണം ഇട്ട് വന്ന്. സാമ്പത്തികപരമായിട്ടും അല്ലാതെ നമ്മൾ ഗോൾഡ് ബാർ അല്ലെങ്കിൽ കോയിൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബുദ്ധിപരമല്ലേ? അതെ, ഗോൾഡ്, പിന്നെ അതായത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ പറയപ്പെട്ട ഗോൾഡ് ബോണ്ട്, അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലേക്കാണ് അത് ആ ഇൻവെസ്റ്റ്മെന്റ് റിസർവ് ബാങ്ക് വഴി പോകുന്നത്. അപ്പം നമുക്ക് ഒട്ടും പേടിക്കാനില്ല. അപ്പം തന്നെയല്ല, അതിന്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ആണ് ബോണ്ടിൽ. പക്ഷെ ആ ബോണ്ടിൽ വരുന്ന അപ്രീസിയേഷൻ, ആ മെറ്റലിന്റെ വാല്യൂവിൽ ഉണ്ടാകുന്ന അപ്രീസിയേഷൻ ആ പിന്നെ ഗോൾഡിന്റെ വാല്യൂവിലും ഉണ്ടാകും, നമ്മുടെ ബോണ്ടിന്റെ വാല്യൂവിലും ഉണ്ടാകും. അപ്പോൾ നമുക്ക് നല്ല ലാഭം ഉണ്ടാകും. അപ്പോൾ അങ്ങനെയൊക്കെ വളരെ നന്നായി ചിന്തിച്ച്, അതായത് ഇപ്പോൾ താൻ പറഞ്ഞതുപോലെ ഇപ്പോൾ 40 വർഷം മുമ്പ് വാങ്ങിച്ച സ്വർണം, അമ്മയുടെ സ്വർണം ഉണ്ടെങ്കിൽ അത് ഇപ്പോൾ വിറ്റ് ഇങ്ങനെ ഗോൾഡ് ബോണ്ടിൽ ഇട്ടാൽ പോലും ലാഭകരമായിരിക്കും വരും കാലങ്ങളിലേക്ക്. നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് അത്. അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്റ്റാർട്ടപ്പിലോ എന്ത് ബിസിനസ്സിലോ ഇട്ടാലും അത് നന്നായി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ സ്വർണം വെച്ചിരുന്ന് ഇങ്ങനെ ഈ എപ്പോഴെങ്കിലും സ്വർണം ആഭരണം, അത് തന്നെയല്ല സ്വർണ്ണാഭരണം. ഇപ്പോൾ വെള്ളിയുടെ വില വർധനവ് തന്നെ നോക്കിക്കോളൂ. ബുദ്ധിയുള്ളവർ വെള്ളിയുടെ ആഭരണങ്ങളിലേക്ക് പോകും. കാരണം ആരും കഴുത്ത് വെട്ടാനും കാല് വെട്ടാനും വരില്ല. വെള്ളിയുടെയും സ്വർണത്തിൻ്റെയും വില തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് വെള്ളി ആഭരണങ്ങൾ ഇട്ടാലും വളരെ നല്ലതാണ്. സ്വർണത്തിൻ്റെ ആ തിളക്കം ഇല്ലെന്നേ ഉള്ളൂ. പക്ഷേ വെള്ളിക്കും അതിൻ്റേതായ ഭംഗിയുണ്ട്. അതിൻ്റെ ഒപ്പം എന്താണ് പറയുക, കല്ലുകളും ഒക്കെ ചേരുമ്പോഴത്തേക്കും അതീവ മനോഹരമാകും. അപ്പോൾ കുട്ടികളെ അണിയിച്ചൊരുക്കണം, അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് ഭംഗിയായിട്ട് ആഭരണം ധരിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ വെള്ളി ആഭരണങ്ങളിലേക്കോ അല്ലെങ്കിൽ ഈ പറയപ്പെട്ട മുത്തുകളിലേക്കും കല്ലുകളിലേക്കും ഒക്കെ മാറിയാൽ ധാരാളമായിട്ട് അതൊക്കെ സാധിക്കും. അപ്പോൾ ഈ 22 ക്യാരറ്റും 24 ക്യാരറ്റും തമ്മിലുള്ള ഒരു യഥാർത്ഥ ഒരു വ്യത്യാസം എന്താണ്? വ്യത്യാസം 24 ക്യാരറ്റ് എന്ന് പറഞ്ഞാൽ തനി തങ്കമാണ്. അത് എന്താ പറയുക, വയബിൾ അല്ലെന്നല്ല, അവരുടെ ടെക്നിക്കൽ ടേം കാണും കേട്ടോ. ആഭരണമാക്കി നമ്മൾ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ആഭരണമാക്കി മാറ്റണമെങ്കിൽ അതിന് വേണ്ട ആ ഒരു ഇത് വയബിലിറ്റി അതാണ് ഇല്ലാത്തത്. അതിനാണ് ചെമ്പി ചേർക്കുന്നത്. അങ്ങനെ കൂടുതൽ വയബിലിറ്റി വേണ്ടി വരുമ്പോഴാണ് 18 ക്യാരറ്റിൻ്റെയും 14 ക്യാരറ്റിൻ്റെയും ഒക്കെ പിന്നെ ആഭരണങ്ങൾ വിറ്റുപോകുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഡിസൈൻ ഒക്കെ അനുസരിച്ച് എന്തായാലും തനി തങ്കത്തിലെ ആഭരണം ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണെന്നാണ് സ്വർണ്ണക്കടക്കാരെല്ലാം പറയാറുള്ളത്. അപ്പോൾ അതിന് ഇഷ്ടം പോലെ മാല്യബിൾ ആക്കുക, അങ്ങനെ എന്തോ ആണ് ഒരു ടേം. ആ ടേം എനിക്ക് വലിയ പിടിയില്ല. എനിഹാവ് അത് ആഭരണമാക്കി മാറ്റാൻ വേണ്ട അതിൻ്റെ ഒരു വയബിലിറ്റി വരുത്തുക. അത് തന്നെയാണ് ഈ ചെമ്പ് ചേർക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ചെമ്പ് ചേർക്കുന്ന ഈ 22 ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഒട്ടും ആശങ്കപ്പെടേണ്ട വളരെ നല്ല സ്വർണം തന്നെയാണ് 22 ക്യാരറ്റ് ആണെങ്കിൽ. പിന്നെ 18 ക്യാരറ്റിൻ്റെ വിലയെ കൊടുക്കുന്നുള്ളൂ എങ്കിൽ 18 ക്യാരറ്റും അപകടകരമല്ല. ഏത് ക്യാരറ്റും അപകടകരമല്ല ആ വിലയെ കൊടുക്കുന്നുള്ളൂ എങ്കിൽ. പക്ഷെ തിരിച്ചു വിൽക്കാൻ ചെല്ലുമ്പോൾ ഈ 14 ക്യാരറ്റിനൊന്നും കാര്യമായ വില കിട്ടണമെന്നില്ല. ഈ അമ്പലങ്ങളിലെല്ലാം സ്വർണ്ണ ശേഖരമെല്ലാം കൂടി എടുത്തു നോക്കിയാൽ ഒരു വലിയ, നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഒരു വലിയ ഒരു തുകയാണല്ലോ. അത് എത്രത്തോളം വരുമെന്ന് മാമിനൊന്ന് അനലൈസ് ചെയ്ത് പറയാം. എനിക്കറിയാം, നമ്മുടെ ആന്ധ്രാപ്രദേശിലുള്ള തിരുപ്പതി ക്ഷേത്രം, അതുപോലെ ഇവിടെ തന്നെ തമിഴ്നാട്ടിലുണ്ട് ഇഷ്ടം പോലെ ക്ഷേത്രങ്ങൾ. കേരളത്തിൽ തന്നെ നമുക്കറിയാമല്ലോ ശബരിമലയിൽ സംഭവിച്ചത് എന്താണ് എന്ന്. സ്വർണത്തിൻ്റെ വില ഇതുപോലെ പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോഴല്ല, ഇത്ര പൊങ്ങുന്നതിന് മുമ്പാണ് അവിടെ മോഷണം നടന്നത്. 2019 കോവിഡ് കാലത്ത് സ്വർണത്തിൻ്റെ വിലയൊക്കെ താഴ്ന്നു നിൽക്കുക. അപ്പോഴാണ് അവിടെ ഈ ഇതെല്ലാം കട്ടുകൊണ്ട് പോയത്. അപ്പം സ്വർണം ഒരു സ്കേഴ്സ് ആയിട്ട്, അതായത് വളരെ ലഭ്യത കുറഞ്ഞ മെറ്റലാണെന്നും
അത് വളരെ വിലപിടിപ്പുള്ളതാക്കി ആകുന്ന കാലം വരുമെന്നും ഒക്കെ അറിയാവുന്നവരും എല്ലാം കൂടി കിടന്നിട്ടാണ് ഇത്തരം. അപ്പം ഇങ്ങനെയുള്ള സ്വർണത്തിൻ്റെ ലഭ്യത അമ്പലങ്ങളിൽ ദൈവത്തിന് എന്തിനാണ് സ്വർണം? ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ള കാര്യമാണ്. ദൈവത്തിന് എന്തിനാണ് സ്വർണം? ദൈവത്തിന് സ്വർണ്ണ ആഭരണങ്ങൾ എന്തിനാണ്? അതായത് സർവ സൃഷ്ടി സ്ഥിതി ലയകാരകൻ, സർവത്തിനെയും സൃഷ്ടിക്കുകയും സ്ഥിതി ചെയ്യിക്കുകയും അതിനെ ലയിപ്പിക്കുകയും ചെയ്യുന്നവനാണ് ദൈവം. ദൈവത്തിൽ നിന്ന് വരുന്നു, ദൈവത്തിലേക്ക് ലയിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് ദൈവത്തെ പറ്റി. അങ്ങനെയുള്ള ദൈവത്തിന്, അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണല്ലോ സ്വർണമോ വാട്ട് എവർ ഇറ്റ് ബി, അങ്ങനെയുള്ള ദൈവത്തിന് എന്തിനാണ് ഇത് ഇത്രയധികം സ്വർണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? സ്വർണം കൊണ്ടുള്ള ഈ പറയപ്പെട്ട ആഭരണങ്ങളോ ഒക്കെ അതുകൊണ്ട് മോഷ്ടിച്ചു കൊണ്ടുപോയിക്കോട്ടെ എന്നല്ല ഞാൻ പറയണത്. ഒരു മോഷ്ടാവിനും കിട്ടാത്ത തരത്തിൽ ഇതെല്ലാം ഉപയോഗപ്രദമായ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണം. നമ്മുടെ ഇന്ത്യയിൽ 28 കോടി ദരിദ്ര നാരായണരുണ്ട്. അതായത് 3 നേരത്തെ ആഹാരം ശരിക്ക് കഴിക്കാൻ നിവൃത്തിയില്ലാത്തവർ. ആ 28 കോടി ജനത്തിനെ ദാരിദ്ര്യത്തിൽ നിന്ന് കയറ്റാൻ ഈ സ്വർണം ഉണ്ടെങ്കിൽ അവർക്കെല്ലാം, വീടില്ലാത്തവർക്കെല്ലാം ഒരു വീടുണ്ടാകാൻ ഒക്കെ അതുപോലെ നമ്മൾ വ്യാവസായികമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ രംഗം നോക്കണം. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് അതായത് അമേരിക്കയും ചൈനയും ഒക്കെ 6% GDP-യുടെ 6% വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്. ആ സമയത്ത് 2025-26 ബജറ്റ് എടുത്ത് നോക്കുക, GDP-യുടെ 0.27% ഇന്ത്യയിൽ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നത്. GDP-യുടെ 0.27% ആണ് മാറ്റി വെച്ചിരിക്കുന്നത്. അമേരിക്ക 6%-ലധികം, ചൈന 6%-ലധികം. അവരുടെയൊക്കെ ടെക്നോളജിയുടെ വികസനം. നമ്മുടെ IIT-കളിൽ നിന്ന് IIM-ൽ നിന്നൊക്കെ പാസ്സാകുന്നവരൊക്കെ അമേരിക്കയെ സെർവ് ചെയ്യാൻ. അവരുടെ ബ്രെയിൻ, അവർ പഠിച്ചത് എല്ലാം ആ രാജ്യങ്ങൾക്കാണ് പ്രയോജനപ്പെടുന്നത്. ആ അവസ്ഥ വരാതിരിക്കണം. അപ്പോഴാണ് ഇന്ത്യ നമ്മൾ ഈ പറഞ്ഞ കണക്ക് 4th ലാർജസ്റ്റ് ഇക്കോണമി എന്നൊക്കെ പറഞ്ഞ് ഈ വലിയ ഉച്ചായിസ്തരം, അതായത് പുരപ്പുറത്ത് നിന്ന് മുഴക്കണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് ചെലവഴിക്കണം. അപ്പോൾ 6% ഇവിടെ ചെലവഴിക്കേണ്ട സ്ഥാനത്താണ് ഈ 0.27%, അതായത് 1%-ന്റെ പകുതിയിലും താഴെ ചെലവഴിക്കുന്നത്. അത് തന്നെയാണ് ആരോഗ്യരംഗം. 0.37% GDP-യുടെ ഇവിടെ ആരോഗ്യ മേഖലയിൽ ഇന്ത്യയിൽ ചെലവഴിച്ചിരിക്കുന്നത്. അതൊക്കെ ചെലവഴിക്കാൻ വേണ്ടി എവിടെയാ ഫണ്ട്? മതിയല്ലോ. ഈ പറയപ്പെട്ട അമ്പലങ്ങളിൽ പോയി ഈശ്വരൻ, ദൈവങ്ങൾക്ക് എന്തൊരു സന്തോഷമാകുമെന്നറിയാമോ? ഇതൊക്കെ പാവപ്പെട്ടവരെ പുനരുദ്ധരിക്കാൻ വേണ്ടി, വിദ്യാഭ്യാസത്തിന് വേണ്ടി, ആരോഗ്യത്തിന് വേണ്ടി ഒക്കെ ചെലവഴിക്കുകയാണ്. എൻ്റെ സന്നിധാനത്തിൽ വരുന്ന സ്വർണം എന്ന് കേട്ടാൽ അയ്യപ്പൻ എന്തോരു സന്തോഷമായിരിക്കുമെന്ന് ഞാൻ ഓർക്കാറുണ്ട്. അതുപോലെ തന്നെ ശ്രീപാർവതിക്കോ പരമശിവനോ ആരുമാകട്ടെ, ദൈവങ്ങൾക്ക് തീർച്ചയായിട്ടും സന്തോഷമായിരിക്കും ഇതൊക്കെ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ. ഓക്കെ മാം, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളവും സ്വർണവും തമ്മിലുള്ള ഒരു ബന്ധം എത്രമാത്രം വ്യത്യസ്തമാണ്? അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ ഗ്രോത്ത് തന്നെയാണ്. കേരളത്തിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 1970-കളുടെ ആരംഭത്തിലും തന്നെ, പിന്നെ ഇവിടെ രാജഭരണകാലത്ത് രാജകൊട്ടാരങ്ങളിലായിരുന്നു സ്വർണ്ണമൊക്കെ ഉണ്ടായിരുന്നു, അമ്പലങ്ങളിലും രാജകൊട്ടാരങ്ങളിലും. അന്ന് സാധാരണക്കാരുടെ കയ്യിലൊന്നും സ്വർണ്ണമൊന്നുമില്ല. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഈ പ്രവാസികൾ, അതായത് കേരളത്തിൽ നിന്ന് പ്രവാസികൾ എന്ന് വെച്ചാൽ അന്നം തേടി തന്നെയാണ് ഗൾഫ് കൺട്രീസിലേക്കൊക്കെ ഇവിടുന്ന് ആദ്യ കാലഘട്ടത്തിൽ 1970-കളിലൊക്കെ ഒരുപാട് പേര് പിന്നെ പോയത്. അങ്ങനെ പോയി അവരവിടെ ഇവിടെ ഒരു വീടുണ്ടാവുക, ഒരു കഷ്ണം ഭൂമി ഉണ്ടാവുക എന്നൊക്കെയുള്ള വിചാരം കൊണ്ട് അവിടെ ചെന്ന് അവർ കുബൂസ് എന്ന് വെച്ചാൽ അവിടുത്തെ ബ്രെഡും ഒക്കെ കഴിച്ച് വളരെ അരിഷ്ടിച്ച് കഴിഞ്ഞ് ഇങ്ങോട്ട് അയച്ച പണം, ആ പണം ഇവിടെ കൊണ്ടുവന്ന സമ്പൽ സമൃദ്ധി. അപ്പോൾ അങ്ങനെ ഈ പറയപ്പെട്ട പ്രവാസി പണമൊഴുക്ക്, അതായത് നമ്മുടെ GSDP എന്ന് പറഞ്ഞാൽ ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര മൊത്ത വരുമാനം, അതിൻ്റെ 32% വരുമായിരുന്നു പ്രവാസികൾ ഒരു വർഷം ഇങ്ങോട്ട് അയക്കുന്ന പണം. ഇപ്പോൾ അത് 24% കുറഞ്ഞിട്ടുണ്ട്. കോവിഡിന് ശേഷം ഒരുപാട് പേര് തിരിച്ചു വന്നു, അങ്ങനെയൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ തലമുറ ബ്രെയിൻ ഡ്രെയിൻ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ അതൊക്കെ പോകുന്നത് അമേരിക്ക പോലെ, യൂറോപ്യൻ യൂണിയൻ പോലെയുള്ള മേഖലകളിലേക്കൊക്കെയാണ്. അവർ സത്യം പറഞ്ഞാൽ പഠിക്കാനും സ്വന്തം കാലിൽ നിൽക്കാനും അവിടെ അങ്ങനെ പോകുന്നതാണ്.
അപ്പം അവർ അവരുടെ പണമൊന്നും അവർ എല്ലാം ഇങ്ങോട്ട് അയക്കണമെന്ന് നിർബന്ധമില്ല. അതേസമയത്ത് മറ്റ് പ്രവാസികൾ അങ്ങനെ ഗൾഫ് കൺട്രീസിൽ പോയിരുന്നവർ അവരുടെ മുഴുവൻ പണവും ഇങ്ങോട്ട് അയക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ 24% മറ്റോ എത്തി നിൽക്കുകയാണ് GSDPയുടെ. അപ്പോൾ ഈ ഫണ്ടൊക്കെ ഇവിടെ ഉപയോഗിച്ച് ആണ് ഈ പറയപ്പെട്ട തോതിൽ ഈ കൺസംഷൻ, ഈ സ്വർണത്തിൻ്റെയും ഒക്കെ കൺസംഷൻ എല്ലാവിധ അങ്ങനെയാണ് കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമായി മാറുന്നത്. ഉപഭോക്തൃ സംസ്ഥാനം എന്ന് പറയുമ്പോൾ ചില പഠനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയുടെ പോപ്പുലേഷൻ്റെ 2.4% ആണ് കേരളത്തിൻ്റെ പോപ്പുലേഷൻ. ഇന്ത്യയുടെ ഉപഭോഗത്തിൻ്റെ 10%-ലധികം കേരളത്തിലാണെന്നാണ്. അത്ര അന്തരമുണ്ട് പോപ്പുലേഷൻ, അത്ര ഉപഭോഗ സമൃദ്ധമാണ്. അത് നല്ലതാണ് എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മളെ വെട്ടി വീഴ്ത്താൻ വേണ്ടിയാണ് ഫ്ലിപ്കാർട്ടും ആമസോണും മറ്റ് കമ്പനികളും MyG പോലെയുള്ള കമ്പനികളൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് അങ്ങ് എല്ലാവരെയും ആകർഷിക്കുകയാണ്. അങ്ങനെ അപ്പോൾ ഈ ആകർഷണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യുക്തിസഹമായിട്ട് ചിന്തിക്കുന്നവരാരും അഡ്വർടൈസ്മെൻറ്റ് കണ്ട് സാധനങ്ങൾ മേടിക്കാൻ പോകില്ല. അവനവൻ്റെ ആവശ്യം കണ്ട് മാത്രമേ അങ്ങനെ പോകാൻ പാടുള്ളൂ. ഹാർഡ് ഏൺഡ് പണമാണ്. ആരെവിടെ നിന്ന് സമ്പാദിച്ചു എന്നുള്ളതല്ല. കഷ്ടപ്പെടാതെ പണം ഉണ്ടാക്കാൻ പറ്റില്ല. പിന്നെ കട്ടോ മോഷ്ടിച്ചോ അങ്ങനെ ഉണ്ടാക്കുന്ന പണമാണെങ്കിൽ പിന്നെ അവർക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. സാധാരണ രീതിയിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഈ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് കൊണ്ടേ ചെലവഴിക്കുന്നത് അങ്ങേയറ്റം കുറ്റകരമാണ്. അങ്ങനെ അഡ്വർടൈസ്മെൻറ്റിന് അടിപ്പെടുന്ന അടിമകളായി മലയാളികൾ, വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മാറിയിരിക്കുകയാണ്. വാങ്ങിക്കൊണ്ടുവരുന്ന സാധനത്തിൽ പലതും അവർ ഉപയോഗിക്കുന്ന പോലുമില്ലായിരിക്കും. അഡ്വർടൈസ്മെൻറ്റ് എങ്ങനെയാണ്? അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് എന്താ സംഭവിച്ചത്? വേറെ വലിയൊരു തിരിച്ചടിയുണ്ട് ഇന്ത്യക്ക്. ഇന്ത്യയുടെ 96% തൊഴിലും ലഭിക്കുന്നത് മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസ് സെഗ്മെൻറ്റിൽ നിന്നാണ്. അത് ഇപ്പോൾ കേരളത്തിലെയൊക്കെ അടിഞ്ഞു പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ ഉണ്ടാക്കുന്ന സാധനങ്ങൾ വാങ്ങാൻ ആളില്ല. എല്ലാവരും അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വിപണിയിലേക്ക് ഓടുക. ഈ വിപണിയിലേക്ക് എവിടെ നിന്നാണ് ഇവർ ഫ്ലിപ്കാർട്ട് ആമസോണൊക്കെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരണേ? കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ നിന്നോ വാങ്ങണമെന്ന് കമ്പൽഷൻ ഇല്ല. അപ്പോൾ അവർ ഏറ്റവും ചീപ്പസ്റ്റ് ആയിട്ട് കിട്ടുന്ന ചൈനീസ് വിപണിയാകാം, ആകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആഫ്രിക്കൻ രാജ്യങ്ങളാകാം, അവിടെ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൊണ്ടുവന്ന് നമ്മളുടെ ബിൽ കെട്ടിവയ്ക്കുന്നത്. സൗത്ത് ആഫ്രിക്കൻ കൺട്രീസ് വളരെയധികം ഗോൾഡിൽ റിച്ച് ആയിരുന്നല്ലോ. 40%-ഓളം സ്വർണം അവിടെ നിന്നാണ് വന്നിട്ടുള്ളത്. പക്ഷേ എങ്കിൽ കൂടിയും അവിടെ ഒരു എക്കോണമിക്കലി ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് ഒരിക്കലും കാണാനായിട്ട് സാധിക്കില്ല. റഷ്യ, USA ഇതുപോലുള്ള രാജ്യങ്ങളുടെ കമ്പനീസൊക്കെ ഇവരുടെ നിന്ന് ഒരുപാട് സ്വർണം എടുത്ത് അവരുടെ രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി യൂസ് ചെയ്തിട്ട് ലിറ്ററലി അവിടുത്തെ ആളുകളെ ചൂഷണം ചെയ്തു എന്ന് തന്നെ പറയണം. തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇവിടെ സ്വർണം വിറ്റിട്ട്, കേരളത്തിൽ സ്വർണം വിറ്റിട്ട് ഒരു 30,000 കോടി ഖജനാവിലെത്തണം നികുതിയായിട്ട്. 3% നികുതിയുള്ളെങ്കിലും. പക്ഷേ കിട്ടുന്നത് 1000 കോടിയിൽ താഴെയാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ മഹാ കമ്പനികളൊക്കെ ആഫ്രിക്കയിൽ ചെന്ന് സ്വർണം മൈൻ ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവർ കിട്ടുന്ന സ്വർണത്തിൻ്റെ വലിയ ഒരു ചെറിയ പെർസെൻറ്റേജ് ആയിരിക്കും ആ രാജ്യത്തോട് പറയുന്നതും അതിനുള്ള ഡ്യൂട്ടി ആയിരിക്കും അവിടെ കൊടുക്കുക. റോയൽറ്റിയോ ഡ്യൂട്ടിയോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അവരെയൊക്കെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അതിനെയാണല്ലോ നമ്മൾ സൗഹൃദ ക്യാപിറ്റലിസം, ക്രോണി ക്യാപിറ്റലിസം എന്നൊക്കെ പറയുന്നത്. അതാണ് ഇപ്പോൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന. ആ ക്രോണി ക്യാപിറ്റലിസം ഉള്ളിടത്തോളം കാലം ഇതുപോലെ ഈ പാവപ്പെട്ട രാജ്യങ്ങളെ, ധനിക രാജ്യങ്ങൾ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. ധനികർ ദരിദ്രരെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കും. ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കും. ഇപ്പം സ്വർണത്തിന് വേണ്ടി നമ്മൾ അടയ്ക്കുന്ന GST യഥാർത്ഥത്തിൽ അതിലും ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അതിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. GST 3% മാത്രമേ സ്വർണത്തിലുള്ളൂ. പക്ഷേ ഈ സ്വർണ്ണക്കടകളിൽ നിന്ന് വിറ്റുപോകുന്ന, അതായത് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്ന സ്വർണത്തിൻ്റെ 20% കേരളത്തിൽ വിൽക്കപ്പെടുന്നു. വേൾഡ് ഗോൾഡ് കൗൺസിലിൻ്റെ കണക്കാണിത്. അപ്പോൾ ഈ 1000 ടൺ സ്വർണം ഒഫീഷ്യലായിട്ട് ഇന്ത്യയിൽ വിൽക്കപ്പെടുന്നു. 800 മുതൽ 1000 വരെ എന്നാണ്. അതിൻ്റെ 20% വിൽക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിൽ വിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ ഒരു 40,000 കോടി വരണം ഇപ്പോഴത്തെ വിലയനുസരിച്ച് GST ആയിട്ട്. പക്ഷേ ഇതാ നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ഖജനാവ് കാലിയാന്നല്ലേ പറയുന്നത്. അപ്പോൾ വരുന്നില്ലെന്നല്ലേ അതിൻ്റെ അർത്ഥം, പറ്റിച്ചു പോകുന്നു എന്നല്ലേ അതിൻ്റെ അർത്ഥം. ഈ ഒരു വർഷം തന്നെ സ്വർണത്തിൻ്റെ നികുതി വെട്ടിപ്പ് ഒരുപാട് നടന്നിട്ടുണ്ട്. അതിന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു തരാവിടോ. തോറേ ദെൽ ഓറേ ഓർമ്മയുണ്ടോ? ഒരു വർഷം മുൻപ്, അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു, അതായത് 2025 ഫെബ്രുവരിയിലോ മറ്റോ ആണ്. അതായത് കമേഴ്ഷ്യൽ ഇൻ്റലിജൻസ്
700 പേർ ചേർന്ന് പല ബസ്സുകളിലായിട്ട് തൃശ്ശൂരേക്ക് ഒരു വേട്ടയ്ക്കിറങ്ങി. എന്ത് വേട്ടയായിരുന്നു? സ്വർണ്ണവേട്ട. പക്ഷെ പോകുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും തലപ്പത്തുള്ള 2-3 പേർക്ക് അറിയാമായിരുന്നുള്ളൂ ഒരു സ്വർണ്ണക്കടയാണ് ഈ വേട്ടയ്ക്ക് ഉള്ള കേന്ദ്രമെന്ന്, അതായത് സെർച്ചിന് പോകുന്നതെന്ന്. അവരോട് പറഞ്ഞു നമ്മളൊരു ടൂർ പോവുക എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അല്ല, അതെന്തുകൊണ്ടാണ് ടൂർ പോവുക എന്ന് പറഞ്ഞത്? ഈ രഹസ്യം കൺസേൺഡ് സ്വർണ്ണക്കടക്കാർക്ക് പകർന്നു കൊടുക്കും. അതുകൊണ്ട് അങ്ങനെ അവർ പോയി ഒറ്റ രാത്രി കൊണ്ട് തൃശ്ശൂരെ ഒരേ ഒരു സ്വർണ്ണക്കടയെ നോക്കിയുള്ളൂ. 104 കിലോ സ്വർണ്ണമാണ്. ഈ സ്വർണത്തിൻ്റെ ഈ വിലക്കയറ്റമൊന്നും ഉണ്ടാകുന്നതിന് മുമ്പ്, ട്രംപ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പാണ് കേട്ടോ. 104 കിലോ സ്വർണം ഒറ്റ കടയിൽ നിന്ന് യാതൊരു റെക്കോർഡും ഇല്ലാതെ സൂക്ഷിച്ചിരുന്നത് കണ്ടെത്തിയത്. അതുപോലെ എത്ര സ്വർണ്ണക്കടകൾ കാണും കേരളത്തിൽ എന്നറിയാമോ? റെക്കോർഡ്സ് ഇല്ലാതെ തെങ്ങും ചോട്ടിൽ കുഴിയുണ്ടാക്കി സ്വർണം സൂക്ഷിക്കുന്ന കടകൾ വരെ ഉണ്ടെന്ന് ഇവിടുന്ന് റിട്ടയർ ചെയ്ത ഒരു DGP എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതായത് തെങ്ങിൻ്റെ മൂട്ടിൽ വലിയ ഇതുണ്ടാക്കിയിട്ട്. അപ്പം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? അങ്ങനെ സ്വർണ്ണക്കടക്കാരെ മറ്റെന്തെല്ലാം സ്കാമാണ് ശരിക്കും. നമ്മൾ അറിയാതെ നമ്മളൊരു സ്വർണ്ണം വാങ്ങാൻ പോകുമ്പോൾ നമ്മൾ അതിൽ പെട്ടുപോകുക എന്ന് പറയുന്ന രീതിക്ക് എന്തൊക്കെ സ്കാമുകളാണ്. പക്ഷെ നമുക്ക് സ്വർണത്തിൽ ഈ സ്കാമിനെയൊക്കെ നമുക്ക് എതിർത്ത്, നമ്മൾ നല്ല ഒരു ഉപഭോക്താവാണ്, ഒരു നല്ല സിറ്റിസൺ ആണ് എങ്കിൽ നമ്മൾ സ്വർണം വാങ്ങിക്കുമ്പോൾ അത് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി, ഒരു കുഞ്ഞിന് ഒരു നൂലുകെട്ടിന് പോകാൻ നേരത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ഒരു അരപ്പവൻ്റെ ഒരു മോതിരം മേടിക്കാൻ ചെല്ലുന്നു അല്ലെ എന്ന് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് കൃത്യമായിട്ട് രസീതും തരും, പിന്നെ ഇതിൻ്റെ ഇൻട്രസ്റ്റും നികുതിയും മേടിക്കും. വലിയ വാങ്ങലുകാരോടാണ് നികുതി വെട്ടിക്കാൻ കൂട്ടു നിൽക്കുന്നത്. അത് ഇപ്പോൾ 1 കോടിയുടെ സ്വർണം മേടിക്കുകയാണ്. ഇപ്പോഴത്തെ വില അനുസരിച്ച് 1 കോടിക്ക് സ്വർണം ഒരുപാടൊന്നും കിട്ടത്തില്ല. എന്തായാലും അപ്പോഴത്തേക്ക് എത്ര രൂപ അതിൻ്റെ പലിശയായിട്ട് 3% പലിശ പോകുമ്പോൾ നല്ലൊരു എമൗണ്ട് പലിശയായിട്ട് പോയില്ലേ? അപ്പോൾ അത്രയും പൈസ ലാഭിക്കാമല്ലോ എന്നാണ് ഓർക്കുക. പക്ഷേ ഈ വാങ്ങാൻ പോകുന്നവൻ വിചാരിക്കുന്നില്ല ഈ 1 കോടി ധനം എനിക്കിവിടെ സൂക്ഷിക്കാൻ പറ്റിയത്, അത് സ്വർണത്തിൽ നിക്ഷേപിക്കാൻ പറ്റിയത് ഇവിടെ ഒരു ഗവൺമെൻറ് ഉള്ളത് കൊണ്ടാണ്, ഇവിടെ ഒരു നിയമസമാധാനം ഉള്ളത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ആ നികുതി കൊടുത്തു തന്നെ ആ സ്വർണം വാങ്ങും. അപ്പോൾ അങ്ങനെ നീതിബോധമുള്ള നല്ല സിറ്റിസൺസ് ആണ് ഒരു രാജ്യത്തുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ വെട്ടിയിട്ട് നടക്കില്ല. അത് ഇന്ത്യയിലില്ല. ഒരു സംസ്ഥാനത്തും നീതിബോധമുള്ള സിറ്റിസൺസും ഇല്ല. അതുപോലെ അത് പിരിച്ചെടുക്കണമെന്ന് ആഗ്രഹമുള്ള ഗവൺമെൻറ്റും ഇല്ല. ഗവൺമെൻറ് ശക്തമായിട്ട് ആഗ്രഹിച്ചാൽ ഈ ഡിജിറ്റൽ യുഗത്തിൽ എനിക്കറിയാം ഉറപ്പായിട്ടും പിരിച്ചെടുക്കാൻ പറ്റും. അപ്പം അതൊന്നും നടക്കുന്നില്ല. അതാണ് സാധാരണക്കാരൻ സ്വർണം എടുക്കാൻ പോകുമ്പോൾ പൊതുവെ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ എന്തൊക്കെയാണ്? പൊതുവെ കാണിക്കുന്ന മണ്ടത്തരങ്ങളാണ് ഈ സ്വർണത്തിൻ്റെ ആഭരണങ്ങളിലത്തെ ആവശ്യമില്ലാതെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതൊക്കെ മുഴുവനും ധരിച്ച് കൊണ്ട് നടന്നാലേ ഞാൻ വലിയ വെൽത്തി, പിന്നെ തന്തയുടെ വെൽത്തി മകളാണ് എന്നുള്ള ധാരണയുണ്ടാകും. എന്നാൽ എനിക്ക് എന്തോ വലിയ പ്രത്യേക സ്ഥാനം, എനിക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ വലിയ പുച്ഛമാണ് തോന്നുക. നിനക്കൊരു കോമൺ സെൻസും ഇല്ലേ പെണ്ണെ എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുക. അതിന് പകരം ഇവർക്ക് തോന്നുന്നത് ഞങ്ങളെ വലിയ ആളായി കാണും ലോകം എന്നാണ്. വിവരമുള്ളവരാരും ഇത്തരക്കാരെ അങ്ങനെ കാണില്ല. പിന്നെ ഈ സ്വർണത്തിൻ്റെ നികുതി പോലും അടയ്ക്കാതെ പറ്റിക്കുന്നവരെ പറ്റി ഞാൻ പറഞ്ഞില്ലേ, ബൈബിൾ പോലും അത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മതവും നികുതി വെട്ടിക്കാനോ ഒന്നും പഠിപ്പിക്കുന്നില്ല. സത്യസന്ധരായിട്ട് ജീവിക്കാനാണ്. സത്യസന്ധതയുടെ ഏറ്റവും വലിയൊരു ഭാഗമാണ് ഈ പറയപ്പെട്ട ഗവൺമെൻറ്റിന് കൊടുക്കേണ്ടത് കൊടുത്താലേ ഇവിടെ നീതിയും സമാധാനവും നടപ്പാക്കാൻ ഒക്കൂ. പണമില്ലാതെ ഗവൺമെൻറ്റിന്, അതാണ് ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം സ്വർണത്തിൻ്റെ കാര്യം പറഞ്ഞു. വെറും 1 ദിവസത്തേക്ക് വേണ്ടി സാരി ലക്ഷങ്ങൾ മുടക്കി അത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയെക്കുറിച്ച് എന്താ മാമിന് പറയാനുള്ളത്? പിന്നീട് അത് അലമാരയ്ക്കകത്ത് വർഷാവർഷങ്ങൾ വെറുതെ ഇരുന്ന് പോകാൻ, ആഡംബരം കാണിക്കാൻ ഒറ്റ ദിവസം കാണിച്ചു കൂട്ടുന്നതിനോടൊക്കെ എന്താ പറയാനുള്ളത്? അതാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ മഹാ അപരാധങ്ങളാണ്. അതിനൊക്കെ അവർ വില പാങ്ങുള്ളവൻ മേടിച്ചോട്ടെ, പക്ഷെ അതിനനുസരിച്ച് നികുതി. ഇതിപ്പോൾ സാരി ഇത്ര രൂപയിൽ കൂടുതൽ വിലയുള്ളതിന് ഇത്ര രൂപ, അതായത് 5% നികുതി. നേരത്തെ 18%, വില കൂടിയ സാരികൾ 18% നികുതിയിലായിരുന്നു നേരത്തെ GST കിടന്നിരുന്നത്. ഈ വർഷം അത് റീസ്ട്രക്ചർ ചെയ്തല്ലോ GST റേറ്റുകൾ. അന്നേരത്തേക്ക് അത് 5% നികുതിയിലേക്ക് തലകുത്തി വീണു. ഈ പറയപ്പെട്ട ഭയങ്കര വിലയുള്ള സാരി ആണെങ്കിലും ഒരുമാതിരി
റീസണബിൾ ആയിട്ടുള്ള വിലയ്ക്ക് മുകളിലേക്കുള്ള എല്ലാ സാരികളും ഈ 5% GSTയിലാണ് നിൽക്കുന്നത്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്തുകൂടെ? അതേ സമയത്ത് അത് 28%ത്തിലേക്ക് ഉയർത്തിയിരുന്നെങ്കിലോ? ഇത്രയും വില കൂടിയ സാരികൾ വാങ്ങൽ വളരെ ചുരുക്കം പേരെ ചെയ്യുള്ളൂ. 28%, അതായത് വലിയ ആഡംബര സാരി ആകുമ്പോൾ 28% നികുതിയോ 40% നികുതിയോ അങ്ങനെയുള്ളതിന് വാങ്ങണം. കാരണം ഈ വലിയ പണക്കാർ അങ്ങനെ വലിയ പണക്കാരായി മാറുന്നത് ഒരുപാട് പേരെ ദരിദ്രരാക്കിക്കൊണ്ടാണ്. അതായത് ജോലി ചെയ്യുന്ന നിത്യേന ജോലി ചെയ്യുന്നവർക്ക് വേണ്ടത്ര റീസണബിൾ ആയിട്ടുള്ള കൂലി കൊടുക്കാതെ എങ്ങനെയാണെങ്കിലും തരപ്പെടുത്തി എടുക്കണം. ഇത്ര വലിയ സ്വത്ത് തരപ്പെടുത്തി എടുക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ചതിക്കുഴികൾ അവരൊരുക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആ ചതിക്കുഴികളിൽ നിന്ന് വാരിയെടുക്കാവുന്നത് നികുതി വഴിയായിട്ട് ഗവൺമെൻറ് വാരിയെടുത്ത് അത് പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിക്കും. അങ്ങനെയാണ് നല്ലൊരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. സ്വർണത്തിന്റെ വില വർധനവ് ഒരിക്കലും പണമുള്ളവരെ ബാധിക്കില്ല. നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരെയാണ് എത്രത്തോളം സ്വർണ്ണ വില കൂടുന്നതും കുറയുന്നതും എല്ലാം ആശങ്കയിലാക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തന്നെയായിരുന്നു ഇന്നത്തെ ഒരു ഇന്റർവ്യൂ സെഷൻ. നിങ്ങൾക്ക് ഇതിനെ തുടർന്ന് എന്തൊക്കെ ഒപ്പീനിയൻസ് ആണോ ഉള്ളത് അത് നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താം. താങ്ക് യു സോ മച്ച് മാം. ഒരുപാടധികം ഡൗട്ട്സുമായിട്ടാണ് ഞാൻ വന്നത്. എന്തൊക്കെയാണ് സ്വർണത്തിന് വില വർധനവിനുള്ള കാരണങ്ങളെന്ന് പോലും പ്രോപ്പറായിട്ട് അറിയാതാണ് ഈ ഒരു ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഒരുപാട് കാര്യങ്ങൾ ഗ്ലോബലി എക്കോണമിക്കലി എങ്ങനെയൊക്കെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ സ്വർണം വാങ്ങുമ്പോൾ ഞാൻ കെയർഫുൾ ആയിരിക്കണം എന്നുള്ളത് വരെ എനിക്ക് ഈ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ മനസ്സിലായി. താങ്ക് യു സോ മച്ച്. ദാറ്റ് വാസ് എ വെരി വണ്ടർഫുൾ സെഷൻ. താങ്ക് യു വെരി മച്ച് റിബേക്ക.